നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. അപ്പോൾ നമുക്ക് IT ഭാഗത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ഓപ്ഷനുകൾ: ഓപ്ഷൻ എ DVD, ഓപ്ഷൻ ബി ബ്ലൂറേ DVD, ഓപ്ഷൻ സി CD ആൻഡ് ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം എന്നാണ് ചോദ്യം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം നമുക്ക് ഓർമ്മയുണ്ട്, കമ്പ്യൂട്ടർ മെമ്മറിയെ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചായിരുന്നു അല്ലെ? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. സെക്കൻഡറി മെമ്മറിയെ തന്നെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തു: മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി ആൻഡ് ഫ്ലാഷ് മെമ്മറി. അപ്പോൾ മാഗ്നറ്റിക് മെമ്മറിക്ക് ഉദാഹരണമാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ മെമ്മറിക്ക് ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന DVD, ബ്ലൂറേ DVD, CD എന്നിവ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഹാർഡ് ഡിസ്കിനെ എടുത്ത് ആദ്യമേ കളയാൻ പറ്റും, കാരണം ഹാർഡ് ഡിസ്ക് ഈ പട്ടികയിൽ വരുന്ന ഒരെണ്ണമല്ല. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണത്തിലേക്ക് വരുമ്പോൾ DVD, CD. നമുക്കറിയാം, CD ആണെങ്കിൽ 650 മുതൽ 750 MB വരെയാണ്. CD ആണെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണെങ്കിൽ അത് 4.7 GB ആണ്. എന്നാൽ BRD ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ അത് സിംഗിൾ ലെയർ 25 GB ഡബിൾ ലെയർ 50 GB ആണ്. അപ്പൊ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ വരുന്നത് ബ്ലൂറേ ഡിസ്കിനാണ്. സോ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏത്? ബ്ലൂറേ DVD എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നും മനസ്സിലായി കാണും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം വ്യക്തമാണ്. അടുത്ത ചോദ്യം, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഇവിടെ ഈ വാക്ക് ശ്രദ്ധിക്കണം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജിംബ് ആണ്. ജിംബ്, GIMP, ജിംബ്. ജിംബ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് കേട്ടോ. ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിന്റെ പൂർണ്ണരൂപം. അപ്പൊ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചാൽ അത് ജിംബാണ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് സുഹൃത്തുക്കളെ ജിംബ്. ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, GNU ആണ്. ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, അതാണ് ജിംബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2 ചോദ്യം പൂർത്തിയായി. നമുക്കിനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം, സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി വൈറസ് പ്രോഗ്രാം, ഓപ്ഷൻ സി സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്ഷൻ ഡി ബ്രൗസർ. എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നും അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കുറെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. വിൻഡോസ്, ലിനക്സ് അല്ലെ, മാക് OS, പിന്നെ iOS, ആൻഡ്രോയിഡ്, ഉബുണ്ടു, ഡെബിയൻ, ഫെഡോറ, ഇതൊക്കെയാണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എടുത്ത് കളയാം. ഓക്കെ, വൈറസ് പ്രോഗ്രാം അല്ല സഫാരി എന്നുള്ളതും നമുക്ക് അറിയാം. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രൊസസ്സറുകൾ, അതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ സിസ്റ്റം സോഫ്റ്റ്വെയർ കളയാം. നമ്മുടെ ഉത്തരം ബ്രൗസർ ആണ്. ഓക്കെ, സഫാരി എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. സഫാരി എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസർ ആണ്, പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. സഫാരി ഒരു വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസറുകൾ അല്ലെ? വെബ് ബ്രൗസറുകൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ഒപ്പേറ എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. UC ബ്രൗസർ എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ഇതൊക്കെയാണ് വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയും ഒരുപാടുണ്ട് അല്ലെ? പഫിൻ പ്രധാനപ്പെട്ട ഒരു വെബ് ബ്രൗസർ ആണ്. പഫിൻ എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് അല്ലെ? അങ്ങനെ അങ്ങ് പോകും. അപ്പം ഇതെന്താണ്? സഫാരി ഒരു വെബ് ബ്രൗസർ ആണ്. കേട്ടോ, ഓർത്തിരിക്കുക. സഫാരി ഒരു വെബ് ബ്രൗസർ ആണ്. അപ്പൊ പോയിന്റ് അവിടെ വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 4ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഇവിടുത്തെ ചോദ്യം കണ്ടോ, ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻ തന്നിട്ട് അതിനകത്ത് 3 നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്നതാണ്.
4 ഓപ്ഷൻ തന്നാൽ താഴെ തന്നിരിക്കുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണത്തിൽ 3 എണ്ണം നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ആന്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക, കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് 4 ഓപ്ഷനുകൾ. ഇതിനകത്തുനിന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്റിവൈറസ് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാനാണ്, ഫയർവാൾ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാനാണ്. പിന്നെ ഈ ഡീഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന പദത്തിനകത്ത് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുന്നതും ഈ പറയുന്ന നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതായി? ഓപ്ഷൻ ബി ആയി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. കാരണം ഇവിടെ ഡീഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ ചിതറിക്കിടക്കുന്ന ഫയലുകളെ ക്രമീകരിച്ച് വെക്കുന്നതിനെയാണ് ഡീഫ്രാഗ്മെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ ചിതറിക്കിടക്കുന്ന ഫയലുകളെ അടുക്കി വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡീഫ്രാഗ്മെന്റ്. അതൊരിക്കലും നെറ്റ്വർക്ക് ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് അല്ല എന്ന് വേണം അവിടെ മനസ്സിലാക്കാൻ. സോ 4ാമത്തെ ഉത്തരം നമുക്ക് ഓപ്ഷൻ ബി, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ 4ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. 5ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേര് ബഗ്സ് എന്നാണ്. പഠിക്കണം. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേര് ബഗ്സ് എന്നാണ് പറയുന്നത്. ബഗ്സ് അല്ലെ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് പ്രോഗ്രാം അല്ലെ? നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് പ്രോഗ്രാം. അതുപോലെ പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് ഏത്? പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് കോൾഡ് പ്രോഗ്രാം ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് കോൾഡ് പ്രോഗ്രാം ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ. അപ്പൊ ഈ നിർദ്ദേശങ്ങളൊക്കെ വരുന്ന വരുമ്പോൾ അതിനകത്ത് ഒരു തെറ്റ് വരും. അപ്പൊ കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ അതിനകത്ത് വരുന്ന തെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ബഗ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉത്തരം ബഗ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി? റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, മെമ്മറി രജിസ്റ്റർ, റീഡ് ഓൺലി മെമ്മറി. ഇവിടെ ഉത്തരം മെമ്മറി രജിസ്റ്റർ എന്നുള്ളതാണ്. മെമ്മറി രജിസ്റ്റർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉത്തരം രജിസ്റ്റർ ആണ്. ഈ രജിസ്റ്റർ അല്ലാത്ത ഉത്തരം വരുന്നുണ്ട്. ഇതിന് വരുന്ന ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉത്തരം രജിസ്റ്റർ ആണ്. ഇവിടെ രജിസ്റ്റർ ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ക്യാഷ് മെമ്മറിയിലോട്ട് പോയേനെ. പക്ഷെ ഇവിടെ രജിസ്റ്റർ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഉത്തരം രജിസ്റ്റർ ആണ്. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അത് രജിസ്റ്റർ ആണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് റാം ആണ് അല്ലെ? റാം. ഓക്കെ. ക്യാഷ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് റോം ആണ്. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ഓപ്ഷൻ എ പ്ലോട്ടർ, ഓപ്ഷൻ ബി പ്രിന്റർ, ഓപ്ഷൻ സി ഫ്ലാഷ് മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി ബയോമെട്രിക് സെൻസർ. ഇവിടെ സിമ്പിൾ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏത് എന്ന ഒറ്റ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് ചോദിച്ചാലും താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏത് എന്ന് ചോദിച്ചാലും ഒറ്റ ചോദ്യമാണ്. എന്തായാലും ഇവിടത്തേക്ക് വരുന്ന കഴിയുമ്പോൾ നമുക്കറിയാം പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ എന്ന് പറയുന്നതും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ പഠിച്ചതാണ്. പ്രിന്റർ എന്ന് പറയുന്നത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു മെമ്മറി ഡിവൈസ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഉത്തരം ഏതാണ്? ബയോമെട്രിക് സെൻസർ ആണ്. സെൻസർ എന്ന വാക്ക് കൂടെ ഉണ്ടോ? അത് ഇൻപുട്ട് ആവാനാണ് സാധ്യത. സെൻസർ, ബയോമെട്രിക് സെൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകളെ കൃത്യതയോടെ വായിച്ചെടുക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. കൃത്യമായി പഠിച്ചിരിക്കുക. 7. ഓക്കെ. അടുത്തത്, വിക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഒരു സോഷ്യൽ മീഡിയ, ഓപ്ഷൻ ബി ഒരു വൈറസ് പ്രോഗ്രാം, ഓപ്ഷൻ സി ഒരു ബ്രൗസർ പ്രോഗ്രാം ആൻഡ് ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിൻ. ഇവിടെ നോ ആൻസർ എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഈ ചോദ്യം ഡിലീറ്റ് ആയിരുന്നു, ഉത്തരമില്ലായിരുന്നു. ഓക്കെ. വൈറസ് പ്രോഗ്രാം അല്ല, വെബ് ബ്രൗസർ അല്ല, സെർച്ച് എഞ്ചിനും അല്ല. സോഷ്യൽ മീഡിയ ആണ് കുറച്ചു പേർക്ക് അർപ്പിക്കാൻ സാധ്യതയുള്ളത്. സോഷ്യൽ മീഡിയ അല്ല വിക്കീസ് എന്നുള്ളതും നമുക്കറിയാം. ഓക്കെ. അതാണ് അവിടുത്തെ ഉത്തരം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഓപ്ഷൻ എ മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ ബി അവിര, ഓപ്ഷൻ സി ഗൂഗിൾ ക്രോം ആൻഡ് ഓപ്ഷൻ ഡി ബിങ്. നമ്മുടെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത് എന്നുള്ളതാണ്. അറിയപ്പെടുന്ന സെർച്ച് എഞ്ചിൻ.
നമുക്കറിയാം മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. അവിര എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. ഗൂഗിൾ ക്രോം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. തീർച്ചയായിട്ടും അങ്ങനെ മൂന്നെണ്ണത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബിങ് അല്ലെ, സെർച്ച് എഞ്ചിൻ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാന്ന് ചോദിച്ചാൽ ആർച്ചി എന്ന് വേണം പറയാൻ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിന്റെ പേര് ആർച്ചി എന്നാണ്, ആർച്ചി. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിന്റെ പേര് ഗുരുജി എന്നാണ്, ഗുരുജി. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിന്റെ പേര് ഗുരുജി എന്നാണ്, ഗുരുജി. സെർച്ച് എഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചി, ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗുരുജി. ഇനി അടുത്തത് മറ്റ് സെർച്ച് എഞ്ചിനുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ് അല്ലെ. യാഹൂ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. യാഹൂ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ask.com എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പം ആർച്ചി, ഗുരുജി, ഗൂഗിൾ, യാഹൂ, ask.com, ബിങ്, ഡക്ക് ഗോ, ഇതൊക്കെ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനുകളാണ്. ഓക്കെ, അപ്പം സെർച്ച് എഞ്ചിനുകളാണ് ഈ പറഞ്ഞവൊക്കെ. ആർച്ചി, ഗുരുജി, ഗൂഗിൾ, യാഹൂ, ask.com, ഡക്ക് ഗോ, ബിങ് എന്നിവയെല്ലാം സെർച്ച് എഞ്ചിനുകളാണ്. എന്നാൽ വെബ് ബ്രൗസറുകളാണ് മോസില്ല ഫയർഫോക്സ്, അവിര, ഗൂഗിൾ ക്രോം എന്നിങ്ങനെയുള്ളത്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് നെക്സസ് എന്നാണ്. നെക്സസ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് നെക്സസ് എന്നാണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് എപ്പിക് എന്നാണ്. എപ്പിക്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേര് എപ്പിക് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിൽ ഒരു വ്യക്തതയായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ബിങ് ആണ്, ബിങ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തത് 10ാമത്തെ ചോദ്യം. ഒരു നെറ്റ്വർക്കിലുള്ള ഉപകരണങ്ങളുടെ അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി വാൻ, WAN ആണ്, വാൻ, ഓപ്ഷൻ സി മാൻ ആൻഡ് ഓപ്ഷൻ ഡി പാൻ. അല്ലെ, ക്ലാസ്സുകളിൽ നമ്മൾ ഇവ പറഞ്ഞിരുന്നു. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് അകലത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുവരുന്ന ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ന് മനസ്സിലാവും. ഫുൾ ഫോം വായിക്കുമ്പോൾ തന്നെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമ്മളുടെ ഒരു മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ എന്റെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിച്ചു. അതൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അപ്പം അകലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരം പാൻ എന്നുള്ളതാണ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പൂർണ്ണരൂപം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 11ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടറിലെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിലെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി രജിസ്റ്റർ, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക് ആൻഡ് ഓപ്ഷൻ ഡി റോം. ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം രജിസ്റ്റർ. രജിസ്റ്റർ. നമ്മൾ ഈ ചോദ്യം നേരത്തെയും കണ്ടിരുന്നു. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റാം നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് ഒരിക്കലും അല്ല എന്നുള്ളത് നമുക്കറിയാം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഇവിടുത്തെ ഉത്തരം രജിസ്റ്റർ ആണ്. രജിസ്റ്റർ. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. കണ്ടോ, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും ഇൻപുട്ട് ഡിവൈസസിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? നോക്കാം. OMR, പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ. ഔട്ട്പുട്ട് ഡിവൈസസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും അല്ലെ. ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് പ്ലോട്ടർ, പ്രിന്റർ, സ്പീക്കർ അല്ലെ, മോണിറ്റർ അല്ലെ, 3D പ്രിന്റർ. അപ്പൊ പ്ലോട്ടർ, സ്പീക്കർ, പ്രിന്റർ, മോണിറ്റർ, 3D പ്രിന്റർ ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരത്തേക്ക് എഴുതാൻ പറ്റും. ഏത്? OMR. OMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. MICR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. ഇതൊക്കെ എന്താണ്? കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി NIC ആൻഡ് ഓപ്ഷൻ ഡി ബ്രിഡ്ജ്.
ഇവിടുത്തെ ഉത്തരം NIC എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്നാണ് പൂർണ്ണരൂപം. നെറ്റ്വർക്ക് NICയുടെ പൂർണ്ണരൂപമാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14ാമത്തെ ചോദ്യം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നു, അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് എന്ത്? ടേൺ അറൗണ്ട് സമയം. ഓർത്തിരിക്കുക, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗ് ആണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? സെലക്ട് ടാഗ് ആണ്. സെലക്ട് ടാഗ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗാണ് സെലക്ട് ടാഗ്. HTML എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജുകളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ HTML ആണ്. വെബ് പേജ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? HTML ആണ്. ഓക്കെ, എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ആക്സസ് സമയം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയ ഡാറ്റ കണ്ടെത്തുന്നതിനുള്ള സമയം. ഓപ്ഷൻ സി ഒരു നിശ്ചിത സ്ഥാനത്ത് സംഭരിച്ച ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ട സമയം. സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയത്തെ പറയുന്ന പേരാണ് എന്ത്? ആക്സസ് സമയം എന്ന് പറയുന്നത്. ആക്സസ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭരിച്ച ഡാറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയത്തെ പറയുന്ന പേരാണ് എന്ത്? ആക്സസ് സമയം എന്ന് പറയുന്നു. ഓർത്തു വെക്കണം, നല്ല പോയിന്റ് ആണ്. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ഇതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം. ആദ്യം വരുന്നവർക്ക് ആദ്യ സേവനം നൽകുക. ഇതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിന് ഉദാഹരണം. 18ാമത്തെ ചോദ്യം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏത്? ഇത് ഓപ്ഷൻ ബി സ്റ്റാർ ടോപ്പോളജിയാണ് ഇവിടുത്തെ ഉത്തരം. സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹബ്ബ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അതുപോലെ സ്റ്റാർ ടോപ്പോളജിയിൽ എന്തുണ്ട്? സ്റ്റാർ ടോപ്പോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർ ടോപ്പോളജിയിൽ എന്താണ്? ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല. ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് ടോപ്പോളജി, അത് സ്റ്റാർ ടോപ്പോളജി. 18 ക്ലിയർ ആണ്. 19 റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ് കേട്ടോ. റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. 20ാമത്തെ ചോദ്യം. ഫ്ലോ ചാർട്ട് ഒരു തരം 1 ഡയമെൻഷണൽ ഗ്രാഫിക്സ്, 2 ഡയമെൻഷണൽ ദ്വിമാന ഗ്രാഫിക്സ്, 3 ഡയമെൻഷണൽ ത്രിമാന ഗ്രാഫിക്സ് ഇവയൊന്നുമല്ല. ഫ്ലോ ചാർട്ട് ഇവയൊന്നും അല്ല. ഫ്ലോ ചാർട്ട് ഇവയൊന്നുമല്ല. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ. ഓക്കെ, അടുത്തത് 22 ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയെ പറയുന്ന പേര് ഫിഷിംഗ് എന്ന് പറയും. ഫിഷിംഗ്. ഫിഷ് ഇടാൻ പോകുന്നവൻ എങ്ങനെയാ ഇടുന്നത്? അല്ലെ, ഇരയെ കോർത്ത് മീനിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കും. കഴിക്കാൻ വരുന്ന മീൻ ഇതെന്താ? ഫുഡാണ് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അടുത്തോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഫുഡാണ് എന്നുള്ള ആ ഒരു അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇരയെ പിടിക്കുന്ന രീതി അത് തന്നെ. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്താ? ഈ ഫിഷിംഗ് നമുക്ക് മനസ്സിലാവും. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിക്കും, പക്ഷെ എന്താണ്? വ്യാജ വെബ്സൈറ്റ് ആണ്. ഏതെങ്കിലും ഒരു ബാങ്ക്, SBI എന്ന് പറയുന്ന ബാങ്കിന്റെ വെബ്സൈറ്റ് പോലൊരു വെബ്സൈറ്റ് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് യൂസർ നെയിം, പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പൈസ പോയി. മനസ്സിലായില്ലേ? അതിനെയാണ് ഫിഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 22 ചോദ്യം ക്ലിയർ ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ഇവിടെ ഉത്തരം ക്യാഷ് മെമ്മറിയാണ്. ഇവിടെ ഉത്തരം ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, ക്യാഷ് മെമ്മറിയാണ്. കാരണം നമുക്കറിയാം ഒരു പ്രൊസസർ അല്ലെ, ഇവിടെ റാം, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ് ക്യാഷ് മെമ്മറി ഇരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ക്യാഷ് മെമ്മറി ഇരിക്കുന്നത്. പ്രൊസസർ പ്രോസസ് ചെയ്യുന്ന ഡാറ്റ
ഇടയ്ക്കിടയ്ക്ക് ആവശ്യമായി വരുന്ന ഡാറ്റ കൊണ്ട് എവിടെ വെക്കുന്നത്? ക്യാഷ് മെമ്മറിയിലാണ് കൊണ്ടുവെക്കുന്നത് അല്ലെ? അല്ലാത്തതെല്ലാം കൊണ്ട് റാമിനകത്ത് വെക്കുകയും ചെയ്യും. അപ്പൊ റാമിനേക്കാൾ അടുത്താണ്, പ്രോസസറിന്റെ അടുത്താണ് ക്യാഷ് മെമ്മറി ഇരിക്കുന്നത് നമുക്ക് വ്യക്തമായി. സോ നമുക്ക് റാമിനെ വെട്ടാം. ഒരിക്കലും ഹാർഡ് ഡിസ്ക് ആകത്തില്ലെന്ന് നമുക്കും അറിയാം, DVD ആകത്തില്ല. സോ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഏതാണ്? ക്യാഷ് മെമ്മറി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, 24ാമത്തെ ചോദ്യം ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏത് എന്നുള്ളതായിരുന്നു. ഇവിടെ ഉത്തരമായിട്ട് വന്നത് ടെക് ജെൻഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ്. ടെക് ജെൻഷ്യ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് CDAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഈ CDACന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചാൽ CDACന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പൂനെയാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ് എന്ന് പറയുന്നത്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നാണ് ഈ ബോസിന്റെ പൂർണ്ണരൂപം. ബോസിന് തന്നെ പല വേർഷനുകൾ പുറത്തിറക്കി. അനൂപ്, അനോഖ, ഊർജ, സേതു, തേജസ്, ഇങ്ങനെ പല വേർഷനുകൾ ബോസിൻ്റെത് പുറത്തിറക്കി. 18ഓളം ഇന്ത്യൻ ഭാഷകളിൽ ബോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭ്യമാണ്. ബോസ് നിർമ്മിച്ചത് CDAC എന്ന സ്ഥാപനവുമാണ്. അത് നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 26ാമത്തെ ചോദ്യം. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം URL. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ വിളിക്കുന്നതാണ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് URL. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് പൂർണ്ണരൂപം. ഓക്കെ, അടുത്ത ചോദ്യം. 27ാമത്തെ ചോദ്യം. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങൾ ഉണ്ട്? ഒന്ന് ഓർത്ത് വെച്ചോണം, 12 അക്കങ്ങളുണ്ട്. മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 12 അക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. മാക് അഡ്രസ്സിലെ അക്കങ്ങൾ 12. മാക് അഡ്രസ്സിലെ അക്കങ്ങൾ 12. അടുത്ത ചോദ്യം. 28ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഓപ്ഷനിൽ ഏതില്ല? രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഹാർഡ് ഡിസ്ക് ഉണ്ട്, റാം ഉണ്ട്, CD ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഉത്തരം ക്യാഷ് മെമ്മറിയാണ് ഇവിടുത്തെ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ക്യാഷ് മെമ്മറിയാണ് എന്നുള്ളത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതും എന്തായി? സെറ്റായി. 29ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ 3 എണ്ണം ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഒരെണ്ണം ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു പക്ഷേ അറിയാൻ പറ്റും, ആപ്പിളും മൈക്രോസോഫ്റ്റ് എന്നിങ്ങനെയുള്ള കമ്പനികൾ ഒരിക്കലും ഫ്രീ സോഫ്റ്റ്വെയർ പുറത്തിറക്കുന്ന കമ്പനികളല്ല, അല്ലെ? ആപ്പിളിന്റെ ആണെങ്കിൽ MacOS, iOS എന്നിവയൊക്കെ പെയ്ഡ് ആയിട്ടുള്ളതാണ്. മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ വിൻഡോസ് പെയ്ഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു പക്ഷെ ഒരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ വിൻഡോസിലേക്ക് ഇവിടെ നിർത്താനായിട്ട് പറ്റും. ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? വിൻഡോസ് ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്ത സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വിൻഡോസ്. ജിംബൊക്കെ ഫ്രീ ആണെന്ന് നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം. ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? സൈബർ ടെററിസത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്നത്? ഇതാണ് ചോദ്യം. ഏത് IT ആക്ടിലെ ഏത് സെക്ഷനിലാണ് സൈബർ ടെററിസവും അതിന്റെ ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. നിരവധി തവണ PS ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. സെക്ഷൻ 66F. സെക്ഷൻ 66F. സൈബർ ടെററിസം 66F എന്താണ്? സൈബർ ടെററിസം ആണ്. സൈബർ ടെററിസം 66F സൈബർ ടെററിസം പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. 31ാമത്തെ ചോദ്യം. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. ഒന്നുകൂടെ ചോദ്യം വായിച്ചു കേട്ടോണം.
വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഓർത്തു വെച്ചോളൂ. അതിന്റെ പേര് സ്പൈഡർ. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സ്പൈഡർ. ഓർത്തിരിക്കുക, സ്പൈഡർ. 32ാമത്തെ ചോദ്യം, സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷൻ വയലേഷൻ ഓഫ് പ്രൈവസി ഏത്? 66B, 66D, 66E, 66F. വയലേഷൻ ഓഫ് പ്രൈവസി 66E. ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു 66E, സ്വകാര്യതാ ലംഘനം സെക്ഷൻ 66E. ഓക്കെ, ഇനി 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത്? അല്ലെ, നമ്മള് ഔട്ട്പുട്ട് ഡിവൈസസ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രിന്റർ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചു. ഇമ്പാക്ട് പ്രിന്റർ എന്ന്, അതുപോലെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നവയാണ് ഇമ്പാക്ട് പ്രിന്റർ. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ കോണ്ടാക്റ്റിൽ വരാത്തവയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ പ്രിന്ററുകൾ വരുന്നത് നോൺ ഇമ്പാക്ട് പ്രിന്ററിനകത്താണ്. ഇങ്ങോട്ട് നോക്കിയാൽ താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ ലേസർ പ്രിന്റർ ന്യൂ ജനറേഷൻ ആണല്ലോ. ഓക്കെ, ഇങ്ക് ജെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ജനറേഷൻ ആണ്. ഡോട്ട് മെട്രിക്സ് അത് ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സും ഡെയ്സി വീലും ഒക്കെ എന്താണ്? ഇമ്പാക്ട് പ്രിന്ററുകളാണ്. ഇതെന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇത് രണ്ടും എന്താണ്? നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായി? ഓപ്ഷൻ ഡി, 2ഉം 3ഉം മാത്രം. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾ ഏതൊക്കെയാണ്? ഇങ്ക് ജെറ്റ് പ്രിന്ററും അതുപോലെ ലേസർ പ്രിന്ററും. അത് രണ്ടും നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. 34ാമത്തെ ചോദ്യം വലിയൊരു ചോദ്യം പോലൊക്കെ തോന്നും, പക്ഷെ ചോദ്യം സിമ്പിൾ ആണ്. പഠിച്ചിരിക്കുന്നവർക്ക് ശരിയായ ക്രമം ഏത്? വലിയൊരു ചോദ്യം പോലെ തോന്നുമെങ്കിലും എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 1024 മെഗാബൈറ്റ് 1 കിലോബൈറ്റ്. ആ ഒരു ലൈൻ തന്നെ തെറ്റായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ വെട്ടിക്കളയാം. ഓപ്ഷൻ ബി 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 കിലോബൈറ്റ്. ഈ ലൈൻ തെറ്റാണ്. സോ നമുക്ക് ഓപ്ഷൻ ബി വെട്ടാം. ഓപ്ഷൻ ഡിയിലേക്ക് വരാം. 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്, 1024 ടിഗാബൈറ്റ് 1 കിലോബൈറ്റ്. ഈ ലൈൻ തെറ്റാണ്. നമുക്ക് ഓപ്ഷൻ ഡി വെട്ടാം. പിന്നെ നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1024 കിലോബൈറ്റ് 1 മെഗാബൈറ്റ്. ഓക്കെ, KB എന്തായി? MB ആയി. ഓക്കെ, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, MB എന്തായി? GB ആയി. ഓക്കെ, 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്, GB എന്തായി? GB ആയി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ക്രമം. ഓക്കെ, അത് ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 35ാമത്തെ ചോദ്യം, 1 നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ 4 ബിറ്റ്, ഓപ്ഷൻ ബി 2 ബിറ്റ്, ഓപ്ഷൻ സി 8 ബിറ്റ്, ഓപ്ഷൻ ഡി 16 ബിറ്റ്. 4 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബിൾ ആണ്. 4 ബിറ്റ് ഒരു നിബിൾ. ഓക്കെ, 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വെട്ടി. ഇതാണ് നമ്മുടെ ഉത്തരം. 4 ബിറ്റ് ഒരു നിബിൾ, 8 ബിറ്റ് ഒരു ബൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്ത്? ഉത്തരം സിമ്പിൾ ആണ്, സോഫ്റ്റ് കോപ്പി. അല്ലെ, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിറ്റർ ആണ്. സോഫ്റ്റ് കോപ്പി കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ കാണുന്ന വിവരങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സോഫ്റ്റ് കോപ്പി എന്നാണ്. അത് പ്രിന്റ് ചെയ്ത് നമ്മുടെ കൈ കിട്ടുമ്പോൾ അത് ഹാർഡ് കോപ്പി ആയി. ഇപ്പോൾ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ മോണിറ്ററും, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ പ്രിന്റർ എന്നും നമുക്ക് അറിയാം. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണുന്ന ഔട്ട്പുട്ടിന്റെ പേര് സോഫ്റ്റ് കോപ്പി. 37ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിന് ഉദാഹരണമാണ്? പഠിച്ചിരിക്കേണ്ടതാണ്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. നല്ല ചോദ്യമാണ്. ഇനിയും വരാം. അടുത്ത ചോദ്യം, IT ആക്ട് സെക്ഷൻ 66A പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു? ഒന്നുകൂടെ പറയാം. IT ആക്ട് സെക്ഷൻ 66A താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു? അപ്പൊ സെക്ഷൻ 66A എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന്
എടുത്തു മാറ്റിയ ഒരു സെക്ഷനാണ്. എന്നാലും ഇവിടെ ചോദ്യം വന്നിരിക്കുന്നു. സെക്ഷൻ 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് അല്ല, വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗം അല്ല, വെബ്സൈറ്റ് ഹാക്ക് ചെയ്യൽ അല്ല, തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതാണ് സെക്ഷൻ 66A എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ ഉപകാരപ്പെടാം. ഇനിയും ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി അല്ലെ, ഒരു അസ്ഥിര മെമ്മറി ഏത് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി. അപ്പൊ സ്ഥിര മെമ്മറിയും ഉണ്ട്, അസ്ഥിര മെമ്മറിയും ഉണ്ട് അല്ലെ. അപ്പം ടെമ്പററി മെമ്മറി ഉണ്ട്, പെർമനന്റ് മെമ്മറിയും ഉണ്ട്. നമുക്കറിയാം റോം എന്ന് പറയുന്നത് എന്താണ്? റോം എന്ന് പറയുന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് ഒരു സ്ഥിര മെമ്മറിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. ഹാർഡ് ഡിസ്ക് ഒരു സ്ഥിര മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി അതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി റാം ആണ് ഇവിടുത്തെ ഉത്തരം. റാം എന്ന് പറയുന്നത് എന്താണ്? റാം എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. ഒരു അസ്ഥിര മെമ്മറി. റാമിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചായിരുന്നു, എസ് റാം എന്നും അതുപോലെ ഡി റാം എന്നും. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. ബോത്ത് എസ് റാം ആൻഡ് ഡി റാം ആർ വോളറ്റൈൽ മെമ്മറിയാണ്, ഒരു അസ്ഥിര മെമ്മറിയാണ്. എസ് റാം ആയാലും ഡി റാം ആയാലും അതെന്താണ്? ഒരു അസ്ഥിര മെമ്മറിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം 1 ശ്രദ്ധിച്ചു വായിച്ചതിന് ശേഷം ഉത്തരത്തിലേക്ക് എത്തണം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് എന്ത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഒരിക്കലും ഇത് സ്വകാര്യതാ ലംഘനമല്ല, ആൾമാറാട്ടവും വഞ്ചനയുമല്ല. ഇനി 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഭൗതിക സ്വത്ത് മോഷണവും സ്വകാര്യ വിവരങ്ങളുടെ മോഷണവും. ഇവിടുത്തെ ഉത്തരം ഭൗതിക സ്വത്ത് മോഷണം. ഭൗതിക സ്വത്ത് മോഷണമാണ്. 41ാമത്തെ. ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP. SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓർത്തിരിക്കുക, മെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോള്. മെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? SMTP. ഇമെയിൽ അയക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ. 42ാമത്തെ ചോദ്യം. ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ സ്പൈവെയർ ഏതാണെന്ന്? അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? പെഗാസസ് ആണ്. പെഗാസസ് കേട്ടോ. ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ സ്പൈവെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത് കേട്ടോ. സ്പൈവെയറിന്റെ മലയാളമാണ് ചാരവൃത്തി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലെ. അടുത്തത് 43ാമത്തത്. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ശരിക്കും ഈ ചോദ്യം നോ ആൻസർ ആണ്. ജിംബ്, ഫോട്ടോഷോപ്പ്, പിക്സൽമേറ്റർ, ജീതമ്പ് ഇതെല്ലാം എന്താണ്? ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ്. നോ ആൻസർ ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്തത് 44. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും പ്രസ്താവനകളും നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതൊരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമായെന്ന് മനസ്സിലായല്ലോ. എത്ര പ്രസ്താവനയുണ്ട്? 3 പ്രസ്താവനയുണ്ട്. നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അവിടെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലാംഗ്വേജ് പ്രോസസ്സറുകളും. സോ ഈ പ്രസ്താവന തീർച്ചയായിട്ടും ശരിയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. ആ പ്രസ്താവന ശരിയാണ്. സോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ പ്രസ്താവന കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. തീർച്ചയായിട്ടും ഇത് ശരിയാണ്. കാരണം ഇത് മുൻപേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റേഷൻ. തീർച്ചയായിട്ടും ഇത് ശരിയാണ്. ഓക്കെ,
നമുക്കിനി ഓപ്ഷനിലെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾ പ്രസ്താവനകൾ ചെയ്യുന്ന രീതി അതാണല്ലോ. നമുക്ക് ഓപ്ഷനുകളെ ഒന്ന് പരിശോധിക്കാം. അപ്പൊ 1ഉം 2ഉം ശരി വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളേ? 1ഉം 2ഉം ശരി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാം ശരിയാണെന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? 1ഉം 2ഉം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ വേണേലും നമുക്ക് ഇവിടെ ഉത്തരത്തിലേക്ക് എത്താം, അങ്ങനെ വേണേലും ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്കല്ല. മൂന്നാമത്തെ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കാം. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രൊസസ്സറാണ് കമ്പൈലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലല്ലോ, ഇന്റർപ്രറ്റർ അല്ലേ അവിടുത്തെ ഉത്തരം. അപ്പൊ അതെന്തായി? തെറ്റായി. മനസ്സിലായോ? അപ്പം അതവിടെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ വലിയൊരു ക്വസ്റ്റ്യൻ പോലൊക്കെ തോന്നുമെങ്കിലും ഈ ചോദ്യം നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉള്ളവന് ഈ പ്രസ്താവന ചോദ്യം അവിടെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യം. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിശോധിക്കുക. ഇവിടെ ഈ ജോഡികൾ പരിശോധിക്കുക എന്നുള്ളത്, പരിഗണിക്കുക എന്നുള്ളത് നോക്കിയാൽ മതി. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായി സൈബർ കുറ്റകൃത്യങ്ങൾ. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന് പറയുന്നത് വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഇന്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരായുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ. സൈബർ ഭീകരത, സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യം. സ്വകാര്യതയുടെ ലംഘനം, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇന്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ് അല്ലെ. ഇനി മൂന്നാമത്തത് സൈബർ ഭീകരത, സർക്കാരിനെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. നാലാമത് സ്വകാര്യതയുടെ ലംഘനം, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. 1, 2, 3 മാത്രം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 46ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? വിൻഡോസ് ഒരിക്കലും അല്ല, പൊളാരിസ് ഓഫീസ് അല്ല, പേജസ് ആപ്പിളിന്റെ അല്ല. ഇവിടുത്തെ ഓഫീസ് ഫ്രീ ഏതാണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സിൽ വരുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. 46 കഴിഞ്ഞു. 47. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തെരഞ്ഞെടുക്കുക. ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത്: ഇമെയില്, www, വേൾഡ് വൈഡ് വെബ്, ടോപ്പോളജി, സെർച്ച് എഞ്ചിൻ. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി, ടോപ്പോളജി ആണ്. ടോപ്പോളജി. അപ്പൊ എന്താണ് ഇന്റർനെറ്റിലെ സേവനം അല്ലാത്തത്? ഏതാ? ടോപ്പോളജി എന്നുള്ളതാണ്. ടോപ്പോളജി. ഓക്കെ, ഇനി 48ാമത്തത് മാൻ എന്നതിന്റെ പൂർണ്ണരൂപം നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെ. ലാന്, വാന്, മാന്, പാന്, ഇതിന്റെ ഒക്കെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. മാനിന്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. 49ാമത്തെ ചോദ്യം. മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. മോസില്ല ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസറിന്റെയും സെർച്ച് എഞ്ചിന്റെയും ഉദാഹരണങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. 50ാമത്തെ ചോദ്യം. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ച സിസ്റ്റം ഇവയിൽ ഏതാണ്? GPS എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഗതി നിർണയ ഉപഗ്രഹമാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അമേരിക്കയുടെ GPS പോലെ ഇന്ത്യ വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹമായിരുന്നു നാവിക്. NAVIC, നാവിക്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഈ നാവിക്കിന്റെ തന്നെ മറ്റൊരു പേരാണ് IRNSS. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO വികസിപ്പിച്ച സിസ്റ്റം ഇവയിൽ ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. ഓപ്ഷൻ ഡി, IRNSS. IRNSS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. IRNSS 1A, IRNSS 1B, IRNSS 1C എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ആയിട്ട് എന്ത് വിക്ഷേപിച്ചിട്ടുണ്ട്? ഇന്ത്യ കൃത്രിമ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുകയാണ് ഓൾറെഡി. അതിന്റെ 2ാം തലമുറ ദൗത്യങ്ങളൊക്കെ വരുന്നുമുണ്ട്. എന്തായാലും ഇവിടുത്തെ ഉത്തരം IRNSS ആണ്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും
ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? അല്ലെ, ഇതാണ് ചോദ്യം. റോം, ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് ഡ്രൈവ്, ബ്ലൂറേ ഡിസ്ക് എന്നിങ്ങനെയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇവിടെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയാവുന്നത് ഏതാണ്? റാം ആണ്. ഏതാണ്? റാം ആണ്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. അതാണ് ഇവിടുത്തെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഉത്തരം ഇവിടുത്തെ സിമ്പിൾ ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം, ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഒപ്റ്റിക്കൽ മെമ്മറിക്ക് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് CD, DVD, BRD എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ CD, DVD, BRD, ബ്ലൂറേ ഡിസ്ക്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒപ്റ്റിക്കൽ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഉൾപ്പെടാത്തത് ഹാർഡ് ഡിസ്ക് ആണ്. 53ാമത്തത്, നിബിൾ എന്നത് എന്നാണ് ചോദ്യം. 4 ബിറ്റ് ആണ് ഒരു നിബിൾ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. 4 ബിറ്റ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. 4 ബിറ്റ് ഒരു നിബിൾ. 4 ബിറ്റ് 1 നിബിൾ. ഓക്കെ, 8 ബിറ്റ് ഒരു ബൈറ്റ്. 4 ബിറ്റ് ഒരു നിബിൾ, 8 ബിറ്റ് 1 ബൈറ്റ്. 1024 ബൈറ്റ്സ് ആണ്. 1024 ബൈറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? 1 KB എന്ന് വിളിക്കും, കിലോ ബൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, 54ാമത്തെ ചോദ്യം, ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏത്? ഒരു കെട്ടിടത്തിന്റെയോ ഒരു ഓഫീസിനുള്ളിലെയോ നെറ്റ്വർക്കുകൾ, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 55, സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ സഞ്ജയ, സേവന, സ്പാർക്ക്, സമഗ്ര എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ. ഇവിടെ സ്പാർക്ക് ആണ് ഉത്തരം. സ്പാർക്ക് പഠിച്ചിരിക്കുക. സ്പാർക്ക്, ഓപ്ഷൻ സി സ്പാർക്ക് ആണ്. ഓക്കെ, 56ാമത്തെ ചോദ്യങ്ങളിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? 4 ഓപ്ഷനുകളാണ്. മൗസ്, ടച്ച് സ്ക്രീന്, ബാർകോഡ് റീഡർ, ജോയ്സ്റ്റിക്ക്. 4 ഓപ്ഷൻ ആണ്. മൗസ് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. ടച്ച് സ്ക്രീൻ ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. ജോയ്സ്റ്റിക്ക് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. നമ്മുടെ ഉത്തരം ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ ആണ്. ഓക്കെ, 57ാമത്തെ ചോദ്യം, ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ ഡി ആണ്. ഉപഭോക്ത നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. 58ാമത്തെ ചോദ്യം, കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? അത് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. കേബിൾ TV ശൃംഖല മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. അടുത്തത് 59, ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണ്? മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് ട്വിറ്റർ. ഓക്കെ, ജനപ്രിയമായിട്ടുള്ള ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഏതാണ്? ട്വിറ്റർ ആണ്. 60, IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷത്തെ തടവാണ്. ശിക്ഷകൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇത് വിശദമായി പഠിച്ചതാണ്. അടുത്തത് 61ാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയും ആണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. അപ്പം ഒരു തവണ ചെയ്യുന്നതല്ല, എന്ത് ചെയ്യുന്ന? തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയും ചെയ്യുന്നെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ ശിക്ഷകൾ പഠിച്ചപ്പോൾ പഠിച്ചതായിരുന്നു. 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇപ്പം ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്നത് ചൈൽഡ് പോണോഗ്രഫി പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി തുടർച്ചയായി, ഇതുപടുത്ത ശ്രദ്ധിക്കണം, തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ടിന്റെ പ്രകാരം 7 വർഷം തടവ് 10 ലക്ഷം രൂപ പിഴ. ഓക്കെ, അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി വിവരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാം. അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വീണ്ടും നമുക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാം. അടുത്തത് 64, സൈബർ ഭീകരവാദത്തിന്, സൈബർ ടെററിസം സെക്ഷൻ 66F ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം തടവ്. ശിക്ഷ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ജീവപര്യന്തം തടവ്, അതാണ് അവിടുത്തെ ശിക്ഷ. അടുത്തത് 65ാമത്തെ
അടുത്തത് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിമ്പിൾ ആണ്. ആൾമാറാട്ടമല്ല, ഭീകരവാദമല്ല, വ്യക്തി വിവരബോധമാണ്. ഓപ്ഷൻ സി, സൈബർ പോണോഗ്രഫി. സൈബർ പോണോഗ്രഫിയാണ്. ഓക്കെ, 66ാമത്തെ ചോദ്യം. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നു. ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നതിനെ പറയുന്ന പേര് സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ ഭീകരവാദം. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക, അങ്ങനെ വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നതാണ് സൈബർ ടെററിസം അല്ലെങ്കിൽ സൈബർ ഭീകരവാദം. 67 IT ആക്ട് വിവര സാങ്കേതിക നിയമ വകുപ്പ് 77 പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഓക്കെ, അപ്പൊ അവിടുത്തെ ഉത്തരം വാറന്റ് കൂടാതെ ഓക്കെ 77A ആണ്. വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാവുന്നതും. വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാവുന്നതുമാണ് ഈ പറയുന്ന സെക്ഷൻ 77 പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ഓക്കെ, ഇനി അടുത്തത് 68ാമത്തത്. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. 4 വർഷം, 5 വർഷം, 6 വർഷം, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല അല്ലെ. IT ആക്ട് സെക്ഷൻ 77B പ്രകാരം 3 വർഷം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കാവുന്നതാണ് എന്നാണ്. അപ്പം 3 ഇവിടെ ഓപ്ഷനിലില്ല, മുകളിൽ പറഞ്ഞവയൊന്നുമല്ല എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. 69ാമത്തത്. 1 ടെറാബൈറ്റിന് തുല്യമായത് 1024 KB എന്ന് പറയുന്നത് 1 MB ആണ്. 1024 MB 1 GB, 1024 GB 1 TB, 1024 ടെറാബൈറ്റ് ആണ് 1 പെറ്റാബൈറ്റ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. 1 TB എന്ന് പറയുന്നത് 1024 GB തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, 70ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റും പഠിക്കേണ്ടതാണെന്ന് മനസ്സിലായി. ഓക്കെ, താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം. ഇമ്പാക്ട് പ്രിന്ററിനാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഇതൊന്നുമല്ല, ഓപ്ഷൻ ഡി ആണ്. ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ് ഡോട്ട് മെട്രിക്സും ഡെയ്സിവിയിലും ഒക്കെ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇവയൊക്കെ അല്ലെ. ലേസർ പ്രിന്റർ, ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ടെക്നോളജി ഉപയോഗിക്കുന്നു. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് ലേസർ എന്നതിന്റെ പൂർണ്ണ രൂപം കേട്ടോ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, 71ാമത്തെ ചോദ്യം. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി മെഷീൻ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റർ കേട്ടോ. ഏതാണ്? ഇന്റർപ്രറ്റർ. 72ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി 4G വന്ന നഗരം? കൊച്ചിയാണ് ഉത്തരം. 3G സേവനത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവരുന്നത് MTNL ആണ്. 4G ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവരുന്നത് എയർടെൽ ആണ്. 3G കേരളത്തിൽ കൊണ്ടുവരുന്നത് BSNL ആണ്. 4G കേരളത്തിൽ കൊണ്ടുവരുന്നത് എയർടെൽ തന്നെയാണ്. ഓക്കെ, അപ്പം 3G സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് MTNL-ഉം 3G സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുന്നത് BSNL-ഉം 4G സംവിധാനം ഇന്ത്യയിലും കേരളത്തിലും ആരംഭിക്കുന്നത് എയർടെൽ ആണ്. ആ കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം വന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം BSNL ആരംഭിച്ചത് കോഴിക്കോടുമാണ് കേട്ടോ, കോഴിക്കോടാണ്. ഓക്കെ, അടുത്തത് 73ാമത്തെ ചോദ്യം. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ഏത് ആക്ട് പ്രകാരമാണ് ടിക്ടോക്ക് നിരോധിച്ചത്? സെക്ഷൻ 69A. ടിക്ടോക്ക് നിരോധനം ഏർപ്പെടുത്തിയത് സെക്ഷൻ 69A പ്രകാരമാണ് കേട്ടോ. ടിക്ടോക്ക് നിരോധിച്ചു 69A. ചൈനീസ് ആപ്പ് ഒക്കെ നിരോധിച്ചു. ഓക്കെ, അടുത്തത് 74. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏത്? അല്ലെ, എന്താണ് പ്രൈമറി മെമ്മറി? പ്രോസസറുമായി നേരിട്ട് ബന്ധമുള്ളതും മദർ ബോർഡിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രൈമറി മെമ്മറി. എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡറി മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി റാം മദർ ബോർഡിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു. റോം അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു. രജിസ്റ്റർ അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു. ഇവിടുത്തെ ഉത്തരം ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ് ഇത് ഹാർഡ് ഡിസ്ക്. 75ാമത്തെ ചോദ്യം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? വിൻഡോസ്, ലിനക്സ്, എക്സൽ, ജിംബ്. ഇതിലേതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം വിൻഡോസ് എന്ന് പറയുന്നത് എന്താ?
ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എക്സൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജിംബും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ നമ്മുടെ ഉത്തരം 3 and 4 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് 76ാമത്തെ ചോദ്യം. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. ഈ ഒരു ടേം ഓർത്തു വെച്ചോണം. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ പറയുന്ന പേര് ബാൻഡ് വിഡ്ത്ത്. ഒന്നുകൂടെ, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവ്. പരമാവധി ഡേറ്റയുടെ അളവ് ഏതുകൂടിയേ? നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന, നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്തിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത് എന്നാണ്. സെർച്ച് എഞ്ചിൻ ഏത്? ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സ് സെർച്ച് എഞ്ചിൻ അല്ല. അതെന്താണ്? അത് വെബ് ബ്രൗസർ ആണ്. ഒപ്പേറ വെബ് ബ്രൗസർ ആണ്, നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വെബ് ബ്രൗസർ ആണ്, നമ്മൾ പറഞ്ഞു. സെർച്ച് എഞ്ചിൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അടുത്ത പോയിന്റ് 78ാമത്തെ ചോദ്യം. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന ആക്ട്. സെക്ഷൻ ഏതാണ് ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത്? സെക്ഷൻ 66C ആണ്. സെക്ഷൻ 66C ആണ് ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 66C ആണ്. IT ആക്ടിലെ സെക്ഷനുകളിൽ നമ്മളിത് പഠിച്ചതാണ്. 79. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ വെബ് ബ്രൗസർ അല്ലാത്തത്. ഒപ്പേറ വെബ് ബ്രൗസർ ആണ്, നമ്മൾ പറഞ്ഞതാണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് വെബ് ബ്രൗസർ ആണ്. ഓക്കെ, ആപ്പിൾ സഫാരി വെബ് ബ്രൗസർ ആണ്. സോ നമ്മുടെ ഉത്തരം ഡ്രീം വിവർ എന്നുള്ളതാണ്. ഡ്രീം വിവർ ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഒപ്പറ, എഡ്ജ്, ആപ്പിൾ സഫാരി ഇതൊക്കെ നമ്മൾ വെബ് ബ്രൗസർ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് നമുക്ക് ഡ്രീം വീവർ എന്നതിലേക്ക് എത്താനായിട്ട് പറ്റും. 80ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ. എന്ത് മനസ്സിലായി? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള കുഴഞ്ഞു കിടക്കുകയാണ്. ഒരെണ്ണം മാറി കിടക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ സ്കാനർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ബാർകോഡ് റീഡർ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. പ്ലോട്ടർ മാത്രം ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. സോ 80ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം ഇൻപുട്ട് ഡിവൈസ് ആണ്. 81ാമത്തെ ചോദ്യം. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ്. ഇത് നമ്മൾ പറഞ്ഞതാ. എങ്ങനെയാ? ഫിഷിംഗ്. ഒരു ബാങ്കിന്റെ ലിങ്ക് തരുന്നു, ആ ഒറിജിനൽ ബാങ്കിന്റെതല്ല, ഇവര് ക്രിയേറ്റ് ചെയ്തു. ഇന്ന് കാണുമ്പോൾ എല്ലാം ഇന്റർഫേസ് ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. യൂസർ നെയിമും പാസ്വേഡും തട്ടിയെടുക്കും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിഷിംഗ് എന്ന് നമുക്ക് വിളിക്കാം. 81 ക്ലിയർ ആണ്. അടുത്തത് 82. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം എന്ത് ചെയ്യാം? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. സിമ്പിൾ ചോദ്യം. 83. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ സി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് തിരിച്ചായിരുന്നു. സോഫ്റ്റ്വെയറിനെ എങ്ങനെ തിരിച്ചായിരുന്നു? രണ്ടായിട്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അതുപോലെ എന്ത് തിരിച്ചു? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അടുത്ത പോയിന്റ് 84. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുന്ന ഓൺലൈൻ സേവനം ഏത്? അത് കെട്ടിട നികുതി അടയ്ക്കലാണ്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. വ്യത്യസ്തമായത് ഏത്? റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി, ബ്ലൂറേ DVD. പ്രൈമറി മെമ്മറിയാണ്, സെക്കൻഡറി മെമ്മറിയാണ്. ഇതാ റാമും റോമും ക്യാഷ് മെമ്മറിയും ഒക്കെ പ്രൈമറി മെമ്മറിയാണ്. ബ്ലൂറേ DVD മാത്രം എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയാണ്, അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയാണ് ഓപ്ഷൻ A, B, C. ഓപ്ഷൻ D ആണെങ്കിൽ സെക്കൻഡറി മെമ്മറി. നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D ആണ് ബ്ലൂറേ DVD. ഓക്കെ, അടുത്ത പോയിന്റ്. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തിന് ഉദാഹരണമാണ്? ഓക്കെ, ഒന്നുകൂടെ. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. അപ്പൊ
ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അടുത്തത് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. വേൾഡ് വൈഡ് വെബ് WWW ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ അല്ലെ. ഇന്റർനെറ്റിന്റെ പിതാവ് ഇന്റർനെറ്റ് വിൻഡൻ സർഫ്. IT-യുടെ പിതാവ് ക്ലൗഡ് ഷാനോൻ. ഇന്ത്യൻ IT ആണെങ്കിൽ രാജീവ് ഗാന്ധി അല്ലെ. ഇന്ത്യൻ IT ആണെങ്കിൽ രാജീവ് ഗാന്ധി. ഓക്കെ, WWW ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ ആണ്. 88ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിന്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഏത്? നേരത്തെയും ഈ ചോദ്യം വന്നതാണ്. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. 89ാമത്തെ ചോദ്യം, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഏത് സെക്ഷനിലേക്ക് ഉൾപ്പെടുന്നു? ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. അതായത് വയലേഷൻ ഓഫ് പ്രൈവസി, സെക്ഷൻ 66E. സെക്ഷൻ 66E പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വയലേഷൻ ഓഫ് പ്രൈവസി, അങ്ങനെ തന്നെ ഓർത്തിരിക്കണം. വയലേഷൻ ഓഫ് പ്രൈവസി ഇ. വയലേഷൻ ഓഫ് പ്രൈവസി ഇ. 90, ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇമ്പാക്ട് പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണോ, ലേസർ പ്രിന്റർ ആണോ, പ്ലോട്ടർ ആണോ, ഡോട്ടോമെട്രിക്സ് പ്രിന്റർ ആണോ? ഓക്കെ, ഇമ്പാക്ട് പ്രിന്ററിന് ഇതിനകത്ത് ഏതാണ് ഉൾപ്പെടുന്നത്? ഒരിക്കലും ലേസർ പ്രിന്റർ അല്ല. ഓക്കെ, പ്ലോട്ടർ അല്ല, ഡോട്ടോമെട്രിക്സ് പ്രിന്റർ അല്ല. നമ്മുടെ ഉത്തരം ഇങ്ക്ജെറ്റ് പ്രിന്റർ അല്ല. ഇങ്ക്ജെറ്റ് പ്രിന്ററും അല്ല, ലേസർ പ്രിന്ററും അല്ല. നമുക്ക് പറയാം പ്ലോട്ടർ എന്ന് പറയുന്നതും അല്ല. നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ് ഡോട്ടോമെട്രിക്സും ഡെയ്സി വീലും എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇമ്പാക്ട് പ്രിന്ററിന് എന്ന് പറയുന്നത് ഡോട്ടോമെട്രിക്സ്, ഡെയ്സി വീല് എന്നിവ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത്, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്ത്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്ത്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് ഫിഫോ ഷെഡ്യൂളിംഗ്. നോൺ പ്രീ എംപ്റ്റീവ്, മുൻകൂർ ചെയ്യാത്ത നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് ഫിഫോ ഷെഡ്യൂളിംഗ്. 93, വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം. വ്യത്യസ്തമായ പ്രോട്ടോകോളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഗേറ്റ് വേ. വ്യത്യസ്ത പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. 94ാമത്തത്, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ, ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 65. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 65. അടുത്തത്, ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഇ ഇങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 96, ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. മെമ്മറി മാനേജ്മെന്റ്, പ്രൊസസർ മാനേജ്മെന്റ്, ഇതാണ് ഇവിടുത്തെ തെറ്റ്. പ്രൊസസർ മാനേജ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ്, വിഭവ വിഹിതം, റിസോഴ്സ് അലോക്കേഷൻ. ഓപ്ഷൻ ബി ആണ്. പ്രൊസസർ മാനേജ്മെന്റ് അല്ല, പ്രോസസ് മാനേജ്മെന്റ്. അതാണ് പ്രൊസസർ മാനേജ്മെന്റ് അല്ല. അടുത്തത്, പ്രോസസ് മാനേജ്മെന്റ് എന്നായിരുന്നു, ശരിയായിരുന്നു. ഇത് പ്രൊസസർ മാനേജ്മെന്റ് എന്നായി. ഓക്കെ, ഇനി അടുത്തത് 97, ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ സാധിക്കും. ഏതാണ്? ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ. ഓക്കെ, ഡാഷ് ഉപകരണത്തിന് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ചേർക്കാൻ സാധിക്കും. അതേതാണ്? ഗേറ്റ് വേ ആണ്. ഓക്കെ, 98, സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയിരിക്കുന്ന വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓർത്തോണം, സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റു ഡോക്യുമെന്റിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റ്. നമ്മളിപ്പം പല വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ചെറിയ ലിങ്കൊക്കെ അവിടെ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. ഓക്കെ, ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ വിളിക്കുന്ന പേരെന്ത്? ഓക്കെ, ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫിഷിംഗ് എന്ന് വിളിക്കാം, അല്ലെ? ഫിഷിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ
ഒറിജിനൽ ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ലിങ്ക് ചെയ്ത് ഐഡന്റിറ്റി മോഷ്ടിക്കുക, അല്ലാതെ വ്യക്തി വിവരങ്ങൾ മോഷ്ടിക്കുന്ന, അതിനെ ഫിഷിംഗ് എന്ന് നമുക്ക് വിളിക്കാം. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടിലേക്കും പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ട് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫിഷിംഗ് എന്നാണ്. ഓക്കെ, 100ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ശരിയേത് തെറ്റേത് എന്നുള്ളതാണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണത്, എയും ബിയും. സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം. കമ്പ്യൂട്ടർ റിസോഴ്സിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ മാറ്റുകയോ ചെയ്യുകയോ അതിന്റെ മൂല്യമോ ഉപയോഗക്ഷമതയോ കുറയ്ക്കുകയോ എന്തെങ്കിലും വിധത്തിൽ ദോഷമായി ബാധിക്കുകയോ ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66 പ്രകാരം നൽകുന്ന ശിക്ഷയ്ക്ക് വിധേയമാകില്ല. ഇതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെക്ഷൻ 66B പ്രകാരമുള്ള കുറ്റം ചുമത്തുന്നതിന് പ്രസ്തുത വ്യക്തി പ്രവൃത്തി മനഃപൂർവമായ ഉദ്ദേശത്തോടെ ചെയ്തിരിക്കണം. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കമ്പ്യൂട്ടർ റിസോഴ്സിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നതിന് അതിന്റെ മൂല്യമോ ഉപയോഗക്ഷമതയോ കുറയ്ക്കുകയോ എന്തെങ്കിലും വിധത്തിൽ ദോഷകരമായി ബാധിക്കുകയോ ചെയ്യുന്നത് IT ആക്ട് 2000 സെക്ഷൻ 66 പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമല്ല എന്നാണ് പറയുന്നത്. ശിക്ഷയ്ക്ക് വിധേയമാണ്. സോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, കുറ്റം ചുമത്തുന്നതിന് പ്രസ്തുത വ്യക്തി മനഃപൂർവമായ ഉദ്ദേശത്തോടെ ചെയ്തിരിക്കണം. ആ പ്രസ്താവന ശരിയാണ്. നമുക്ക് ഏതെഴുതാം? ഓപ്ഷൻ ബി എഴുതാം. എ തെറ്റാണ്, ബി ശരിയാണ്. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സ്റ്റേറ്റ്മെന്റ് ആണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, മിസ്റ്റർ എ ചില വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്റർനെറ്റിൽ തിരയുന്നതിനിടയിൽ ഒരു പോപ്പപ്പ് പരസ്യത്തിലൂടെ അബദ്ധവശാൽ കുട്ടികളുടെ ലൈംഗിക ഉള്ളടക്കമടങ്ങിയ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അദ്ദേഹം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന വീഡിയോ കണ്ടതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 IT ആക്ട് സെക്ഷൻ 67 പ്രകാരം അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടോ? മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ മിസ്റ്റർ എ കുട്ടികളുടെ ലൈംഗിക ഉള്ളടക്ക വെബ്സൈറ്റ് ആകസ്മികമായി സന്ദർശിക്കുന്നു, അതും ഒരു പോപ്പപ്പ് പരസ്യം മുഖേന. അത് മനഃപൂർവമല്ല കുറ്റത്തിന് മനഃപൂർവമായ ഉദ്ദേശം ആവശ്യമുള്ളതിനാൽ അത് സെക്ഷൻ 67B ആകർഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? എ പ്രസ്താവന പറയുന്നത് തെറ്റാണ്. ബി പ്രസ്താവന പറയുന്നത് മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ മിസ്റ്റർ എ കുട്ടികളുടെ ലൈംഗിക ഉള്ളടക്ക വെബ്സൈറ്റ് ആകസ്മികമായി സന്ദർശിക്കുന്നു, അത് പോപ്പപ്പ് പരസ്യം മുഖേന. അത് മനഃപൂർവമല്ല കുറ്റത്തിന് മനഃപൂർവമായ ഉദ്ദേശം ആവശ്യമുള്ളതിനാൽ അത് സെക്ഷൻ 67B ആകർഷിക്കുന്നില്ല എന്ന് പറയുന്നു. അതും തെറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രസ്താവനയും തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷൻ സി, എയും ബിയും തെറ്റാണ്. ഓക്കെ, 102ാമത്തെ ചോദ്യം, EEPROM എന്നതിന്റെ പൂർണ്ണരൂപം നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ എ ശരിയാണ്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓപ്ഷൻ എ. 103ാമത്തെ ചോദ്യം, ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷയെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രോഗ്രാം. കമ്പൈലർ, അസംബ്ലർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷയെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്നതാണ് കമ്പൈലർ, അസംബ്ലർ. എയും ബിയും 2ഉം. അതാണ് ഓപ്ഷൻ ഡി ആണ്. 104ാമത്തെ ചോദ്യം, ഡിബിയൻ ലിനക്സ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്ഷൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. തീർച്ചയായിട്ടും ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് ഡി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, എയും ബിയുമാണ്. അടുത്ത പോയിന്റ്, സർട്ട് ഇൻ എന്നതിന്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് സർട്ട് ഇൻ എന്ന് പറഞ്ഞാൽ. പൂർണ്ണരൂപം കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്നുള്ളതാണ് പൂർണ്ണരൂപം. പഠിക്കണം. 106ാമത്തെ ചോദ്യം, ഡാഷ് എന്നത് മാൽവെയർ ബാധിച്ചതും നിയന്ത്രിക്കപ്പെടുന്നതുമായ സെർവറുകൾ, PC-കൾ, പേഴ്സണൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു ശേഖരണമാണ്. ഡാഷ് എന്നത് മാൽവെയർ ബാധിച്ചതും നിയന്ത്രിക്കപ്പെടുന്നതുമായ സെർവറുകൾ, PC, പേഴ്സണൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു ശേഖരണം. അതിനെ പറയുന്നത് ബോട്ട് നെറ്റ് എന്നാണ് പറയുന്നത്. ബോട്ട് നെറ്റ് കേട്ടോ. 107, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് സ്വകാര്യത ലംഘിക്കുന്ന കുറ്റമായി കണക്കാക്കാൻ സാധിക്കാത്തത്? ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ ഈ നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ രഹസ്യരേഖകളുടെ വെളിപ്പെടുത്തൽ.
ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ നഗ്നചിത്രം കൈമാറുന്നു. ഏതെങ്കിലും വ്യക്തിയുടെ പാസ്വേഡിന്റെ സത്യസന്ധമല്ലാത്ത ഉപയോഗം. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. രണ്ടൊഴികെ മുകളിൽ പറഞ്ഞവ എല്ലാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ? ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ നഗ്നചിത്രം കൈമാറുന്നത്. ഇതൊഴികെ മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 108ാമത്തെ ചോദ്യം. താഴെ പറയുന്ന വസ്തുതകൾ വായിച്ചതിന് ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബിടെക് വിദ്യാർത്ഥിയായ അതുൽ തന്റെ കാമുകി നമ്രതയുമായി, അതുലും നമ്രതയും കാമുകന്മാരാണ്. അവര് പിരിഞ്ഞു. അതിനുശേഷം നമ്രതയുടെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും തന്റെ ചിത്രങ്ങളും സന്ദേശങ്ങളും അവളുടെ അറിവോ സമ്മതമോ കൂടാതെ ഡിലീറ്റ് ചെയ്യുന്നു. അതുൽ ചെയ്യുന്ന പണിയാണ്. നമ്രത നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കുറ്റം ചുമത്തുക? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാ? സെക്ഷൻ 43 പ്രകാരം കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് കേടുപാട് വരുത്തുക. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ബന്ധപ്പെടുത്തുക. റാൻസംവെയർ, സ്പൈവെയർ, ട്രോജൻ ഹോഴ്സ്, റൂട്ട് കിറ്റ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ കുറിച്ചുള്ള അവരുടെ ഇന്റർനെറ്റ് പ്രവർത്തനങ്ങൾ, അവരുടെ സ്വകാര്യ ഡാറ്റ, പാസ്വേഡ് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അതേത്? റൂട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് ആക്രമിച്ച് കമ്പ്യൂട്ടറിലേക്ക് തുടർച്ചയായ ആക്സസ് നേടുന്ന ഒരു സോഫ്റ്റ്വെയർ. അതിൽ സംഭരിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഉറവിടങ്ങളും മറ്റ് ഡാറ്റയും ചൂഷണം ചെയ്യുന്നു. ഉടമയുടെ കമ്പ്യൂട്ടർ ആക്സസ് തടയുകയും അത് നീക്കം ചെയ്യാൻ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ക്ഷുദ്രവെയറിന്റെ ഒരു രൂപം. ഓക്കെ, ഒരു അംഗീകൃത ഫംഗ്ഷൻ നിർവഹിക്കുന്നതായി തോന്നുന്ന ക്ഷുദ്രവെയറിന്റെ ഒരു രൂപം. എന്നാൽ വാസ്തവത്തിൽ ഡാറ്റ മോഷണം, സിസ്റ്റം ഹാനി തുടങ്ങിയവ പോലുള്ള അനധികൃത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ട്രോജൻ ഹോഴ്സ് എന്ന് കണ്ടു. ട്രോജൻ ഹോഴ്സിന്റെ കാര്യം നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. കണ്ടാൽ ഉപകാരം പോലൊക്കെ തോന്നുമെങ്കിലും ശരിക്കും എന്താണ്? അത് ഉപദ്രവകാരിയാണ്. ഒരു അംഗീകൃത ഫംഗ്ഷൻ നിർവഹിക്കുന്നതായി തോന്നുന്ന ക്ഷുദ്രവെയറിന്റെ ഒരു രൂപം. എന്നാൽ വാസ്തവത്തിൽ ഡാറ്റ മോഷണം, സിസ്റ്റം ഹാനി പോലുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി 4 എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. C4 വരുന്നു. C4 വരുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാ? C4 വരുന്ന ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ബി. നമുക്ക് എയും ഡിയും നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. റാൻസംവെയർ നോക്കിയേ. റാൻസംവെയർ എന്ന് പറയുന്നത് എ ആണല്ലോ. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഉടമയുടെ കമ്പ്യൂട്ടർ ആക്സസ് തടയുക, അത് നീക്കം ചെയ്യാൻ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ക്ഷുദ്രവെയർ. അതാണ് റാൻസംവെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി മൂന്നാമത്തത് എ ആണ്. ഓക്കെ, മൂന്നാമത്തത് A3 എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. A3 ഇത് ഓൾറെഡി നമ്മൾ കളഞ്ഞല്ലോ. A3 ഇത് 4 C4 എന്നും പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡാർവിൻ ഒരു കമ്പനിയുടെ ചെന്നൈ ഓഫീസിന്റെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണ്. തന്റെ കുറഞ്ഞ ശമ്പളത്തിൽ അയാൾ അസ്വസ്ഥനാവുന്നു. ദേഷ്യത്തിൽ മറ്റ് ജീവനക്കാരുടെ പാസ്വേഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നു. അതിനാൽ അവർക്ക് കമ്പനി സെർവറുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഡാർവിൻ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ ഉണ്ട് പ്രവേശനം നിഷേധിക്കൽ. അതാണ് ഡാർവിൻ ചെയ്തത്, പ്രവേശനം നിഷേധിക്കൽ. സിമ്പിൾ ആണ്. അടുത്ത പോയിന്റ് 111. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? റാം ചേർത്ത് വരുന്ന ഒന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ EEPROM. താഴെ പറയുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. 113. വ്യത്യസ്ത പ്രോട്ടോകോളുകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? അത് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് പറഞ്ഞ ഗേറ്റ് വേ ആണ്. 114. ഒരു HTML പേജിൽ ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ആണ് ഇമേജ് ടാഗ്. അടുത്തത്, ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം? സിമ്പിൾ, ഓപ്ഷൻ ഡി 2000. 116. വോളറ്റൈൽ മെമ്മറിക്ക് ഏത് ഉദാഹരണം? റോം വോളറ്റൈൽ അല്ല, പെൻഡ്രൈവ് വോളറ്റൈൽ അല്ല, ഹാർഡ് ഡിസ്ക് വോളറ്റൈൽ അല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ റാം. ഓപ്ഷൻ എ റാം. അടുത്തത്, ഡാഷ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നത് കമ്പൈലർ, ഇന്റർപ്രിറ്റർ. ഓപ്ഷൻ സി എയും ബിയും. 118. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ആണ്, ഫയർഫോക്സ് വെബ് ബ്രൗസർ ആണ്,
മൊസൈക്ക് വെബ് ബ്രൗസർ ആണ്. ഗോ ലൈവ്, അതാണ് ഇവിടുത്തെ ഉത്തരം. ഗോ ലൈവ്. അടുത്തത് മൈക്രോസോഫ്റ്റിന്റെ നിലവിലെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സത്യനാദല്ല. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമോർ ക്രേ ആണ്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമോർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കർ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. പോർട്ടബിൾ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആഡം ഓസ്ബോൺ ഒക്കെയാണ്. 121. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് സഹായിക്കുന്നത് ലാംഗ്വേജ് പ്രോസസർ. അടുത്തത് 122. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഓൾറെഡി ചർച്ച ചെയ്തതാണ്, ഗേറ്റ് വേ ആണ്. വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ പ്രോട്ടോകോളിലുള്ള കമ്പ്യൂട്ടർ ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഗേറ്റ് വേ ആണ്. 123. ഡക്ക് ഗോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമ്മൾ പഠിച്ചതാണ്. ഡക്ക് ഗോ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഡക്ക് ഗോ. അടുത്തത് 124. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശം, അതിന് പറയുന്ന പേര് ഓപ്ഷൻ സി സ്പാംസ്. മനസ്സിലായില്ലേ? ഉപയോക്താവിന്റെ സമ്മതമില്ലാതെ അയക്കുന്ന മെയിൽസ് എന്താണ്? സ്പാംസ് ആണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം, താഴെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട്. പ്രിന്റർ ഔട്ട്പുട്ട് ആണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്. ബ്ലൂറേ DVD ഒരു മെമ്മറിയാണ്. ഉത്തരം സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അടുത്തത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. കൗൺസിലിങ്ങിലൂടെയൊക്കെ നൽകി കുട്ടികളെ എന്ത് ചെയ്യുക? സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുക എന്നുള്ളതാണ് കൂട്ട് എന്ന് പറയുന്ന പദ്ധതി. ഓർത്തു വെച്ചോണം, കൂട്ട്. അടുത്തത് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ? സെക്ഷൻ 66D. നമ്മൾ പറഞ്ഞാണ് സെക്ഷൻ 66D, ആൾമാറാട്ടം. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഓപ്ഷൻ എ ഒക്ടോബർ ആണ് കേട്ടോ. സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബർ ആണ്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ കമ്പ്യൂട്ടറിലേക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുന്നത് ഏത് ഇൻപുട്ട് ഡിവൈസ്? സിമ്പിൾ ചോദ്യം അല്ലെ? ഏതാ? കീബോർഡ്. അടുത്തത് 130. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? യാഹൂ സെർച്ച് എഞ്ചിൻ ആണ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണ്, ബിങ് സെർച്ച് എഞ്ചിൻ ആണ്. നമ്മുടെ ഉത്തരം ജിമെയിൽ ആണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. 131. മനുഷ്യ ശാരീരിക സവിശേഷതകൾ, മനുഷ്യന്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകളെ കൃത്യതയോടെ വായിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ബയോമെട്രിക് സെൻസർ. ഓപ്ഷൻ ബി, ബയോമെട്രിക് സെൻസർ. അടുത്തത് നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് ഏതാണ്? WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നോവേഷൻ ആൻഡ് COVID-19 പുരസ്കാരം 2020-2021 സ്ഥാപിച്ച സ്ഥാപനം കൈറ്റ് ആണ്. കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം, കാരണം അന്നത്തെ കറന്റ് അഫയേഴ്സ് ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് പൂർണ്ണരൂപം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത പോയിന്റ്, സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ക്രോം സെർച്ച് എഞ്ചിൻ ആണോ? അല്ല. മോസില്ല ഫയർഫോക്സ് അല്ല. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അല്ല. നമ്മുടെ ഉത്തരം ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാ? ആർച്ചി. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗുരുജി. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ. ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറി നമ്മൾ പറഞ്ഞതാ ഏതാ? റോം. ക്ലാസ്സിൽ പറഞ്ഞതാണ് റോം അല്ലെ? റോമിലാണ് ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിക്കുന്നത്. ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ലാംഗ്വേജ് പ്രോസസർ. ഓക്കെ. 137. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമെല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഫിഷിംഗ്. ഓൾറെഡി 2-3 തവണ ചോദിച്ച റിപ്പീറ്റഡ് ചോദ്യമാണ് ഫിഷിംഗ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.